चाय है चाय चाय സമയം 5 മണി കഴിഞ്ഞു. നല്ല തണുപ്പുണ്ട്. കുത്തനെയുള്ള കയറ്റം കയറി വേണം ടാക്സി പുറപ്പെടുന്ന ഭാഗത്തേക്ക് എനിക്ക് എത്താൻ. നോർത്തേൺ നാഗാലാൻഡിൻ്റെ ഭാഗമായ ട്വാൻസാങ്ങിലേക്കാണ് എനിക്കിന്ന് പോകേണ്ടത്. 3-4 ദിവസം കഴിഞ്ഞ് എനിക്ക് വീണ്ടും കൊഹിമയിലേക്ക് തന്നെ തിരിച്ചു വരണം. കാരണം എൻ്റെ സുഹൃത്ത് ആനന്ദ് അന്നത്തേക്ക് ഇവിടേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ടാക്സി കൗണ്ടർ. നമ്മുടെ മാവോ മാർക്കിൻ്റെ അടുത്തായിട്ട് വരും ഇത്. ടാക്സി ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നെങ്കിലും എന്തോ ഒരു കൺഫ്യൂഷനുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. പുറത്താണെങ്കിൽ 2-3 ടാക്സി കിടപ്പുണ്ട്. പക്ഷേ അത് എനിക്കുള്ളതല്ല എന്നതാണ് അവർ പറയുന്നത്. എനിക്കുള്ള ടാക്സി വരുമെന്നാണ് കരുതുന്നത്. ഈ ടാക്സിയിലൊന്നും ട്വാൻസാങ്ങിൻ്റെ പേരില്ല. മൊക്കോച്ചുങ്ങിലേക്കുള്ള ടാക്സിയാണെന്നാണ് കരുതുന്നത്. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അഞ്ചരയായിരുന്നു സമയം പറഞ്ഞിരുന്നെങ്കിലും ടാക്സി പുറപ്പെടാൻ കുറച്ച് വൈകി. കാരണം മറ്റൊരു ടാക്സി വന്നിട്ട് അതിൽ എന്നെയും കൂടെ ചേർത്താണ് പോകുന്നത്. എന്നെ കൂടാതെ കോഹിമയിൽ പഠിക്കുന്ന കുറച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുണ്ട്. ട്വാൻസാങ്ങിലേക്കുള്ള യാത്രക്കാരെന്നവരും അതുകൂടാതെ ഒരു ആർമിക്കാരനും മറ്റൊരു 1-2 ആളുകളും കൂടെ ഉണ്ട് വണ്ടിക്കകത്ത്. ഇവിടെയും റോഡ് പണി നടക്കുന്നുണ്ട്. നാഗാലാൻഡിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഈസ്റ്റേൺ നാഗാലാൻഡാണ്. എങ്കിൽ പോലും റോഡുകളെല്ലാം നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചു വരുന്നുണ്ട്. ആ ബോർഡിൽ ജസാമിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസാമിലേക്കുള്ള ദൂരം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജസാമിലേക്ക് അപ്പോൾ ഇതുവഴിയും പോകാമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫെക്ക് വഴി ആയിരിക്കും. ജസാമിലേക്ക് ഞാൻ മാവോ ഗേറ്റ് വഴി മാത്രമാണ് പോയിട്ടുള്ളത്. ഇങ്ങനൊരു വഴി എനിക്കറിയില്ല. 8-9 മണിക്കൂറുകൾ യാത്ര ചെയ്താൽ മാത്രമാണ് ട്വാൻസാങ്ങിൽ എത്താൻ കഴിയൂ. ഈ ഭാഗത്തിന് 0 പോയിൻ്റ് എന്നാണ് പറയുക. ചതമേ ഗ്രാമത്തിൻ്റെ ഭാഗമാണിത്. താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്. 0 പോയിൻ്റ് എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ ഭാഗത്തൊക്കെ ധാരാളം ബസ് ഷെൽട്ടറുകൾ കാണുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ എത്തിപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അതൊക്കെ കാണുന്നത്. അതുമാത്രമല്ല, ഞാൻ 1-2 സ്കൂളുകളുടെ പേരുകളും ചർച്ചുകളുണ്ട്. കുറച്ചും കൂടെ ഒരു ടൗൺഷിപ്പ് പോലുള്ള ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഈ ഭാഗങ്ങളിലൊക്കെ. ഇതൊക്കെ ട്വാൻസാങ്ങിലേക്കുള്ള ലഗേജുകളാണ്. ഗ്രാമീണർ കയറ്റി വെക്കുന്നതൊക്കെ ലഗേജുകളാണ്.
സുൽഹാമി എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഈ ടാക്സി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫേക്ക് ജില്ലയുടെ ഭാഗമാണ്. അതായത് കൊഹിമയിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 100 കിലോമീറ്ററിന് അടുത്ത് ദൂരം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞു. ഈ ഗ്രാമത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. ഈസ്റ്റേൺ അങ്കാമികൾ എന്ന് വിളിക്കുന്ന ഒരു നാഗഗോത്രമാണ് ഇവർ ഈ ഗ്രാമത്തിലുള്ളത്. ഈസ്റ്റേൺ അങ്കാമികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ചക്കേസാങ് നാഗകൾ എന്നാണ് ഇവരെ ഒഫീഷ്യലി വിളിക്കാറുള്ളത്. ഹീലോമി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ് ടാക്സി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടാക്സി നിർത്തുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നോർത്ത് ഈസ്റ്റേൺ യാത്രകളിൽ ഇത്തരം ധാബകളിലാണ് ഭക്ഷണം ലഭിക്കുക. റൈസും മറ്റു വിഭവങ്ങളും തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നൂഡിൽസ്, മോമോസ് ഇതൊന്നും ഇവിടെ കിട്ടില്ല. പന്നിയിറച്ചിയാണ് പ്രധാന ഡിഷ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചായയിൽ മാത്രമായിട്ട് ഭക്ഷണം ഒതുക്കി. നാഗാലാൻഡ് ഒരു ഡ്രൈ സ്റ്റേറ്റാണ്. ഇവിടെ മദ്യം ലഭിക്കില്ല. പക്ഷേ ഇത്തരം ധാബകളിൽ നിയമവിരുദ്ധമായിട്ട് മദ്യം ലഭിക്കും. നിയമവിരുദ്ധം എന്ന് വെച്ചാൽ അതെല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അങ്ങനെ നിയമം അതിനോട് കണ്ണടക്കാണ് സാധാരണ ചെയ്യാറുള്ളത്. ഭക്ഷണം കഴിച്ച് യാത്ര തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു ചെക്കിംഗ് ഉണ്ടായി. ആദ്യം കരുതിയത് അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകളായിരിക്കുമെന്നാണ്. നാഗാലാൻഡിൽ സമാന്തരപെണ്ണ തന്നെ ഇങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്. ഇത് പക്ഷേ അസംബ്ലിസ് തന്നെയായിരുന്നു. എന്നോട് പെർമിറ്റ് ഒന്നും ചോദിച്ചില്ല. ബാഗുകളെല്ലാം ചെക്ക് ചെയ്തു, അതിനുശേഷം പൊക്കോളാൻ പറഞ്ഞു. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് സുമി ഗോത്ര ഗ്രാമങ്ങളിലൂടെയാണ്. സുമി നാഗകളാണ് ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി നാഗന്മാർക്ക് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാഗന്മാർ നാഗ ക്ലബ് എന്നൊരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാഗാലിം എന്നൊരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമായ സമയത്ത് തന്നെയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നാഗന്മാർക്ക് ഇങ്ങനെ ആവശ്യം വാഗ്ദാനം നൽകുന്നത്. നാഗ ക്ലബ്ബ് പിന്നീട് നാഗ നാഷണൽ കൗൺസിൽ എന്ന രാഷ്ട്രീയ സംഘടനയായിട്ട് മാറി. ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിമാരും ഇതുപോലുള്ള വിഘടനവാദികളോട് കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അത് പരാജയപ്പെടുകയും ചെയ്തു. എല്ലാ സമയത്തും ഒരു ഗ്രൂപ്പ് നാഗാലിം എന്ന ആശയത്തിന് വേണ്ടി സായുധ പോരാട്ടത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെയുള്ള കുറച്ചധികം പോസ്റ്ററുകൾ കണ്ടിരുന്നു. മിസ്റ്റർ നൈഫു, നിങ്ങൾ ആരുടെ കൂടെയാണ്? നാഗകളുടെ കൂടെയോ ഇന്ത്യയുടെ കൂടെയോ എന്നായിരുന്നു ആ പോസ്റ്റർ ഉണ്ടായിരുന്നത്. നൈഫു എന്ന് പറയുന്നത് നാഗാലാൻഡ് മുഖ്യമന്ത്രിയാണ്. സദ്ക്ക എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ് ടാക്സി എത്തുന്നത്. ഇവിടെ ഒരു മെമ്മോറിയൽ കാണുന്നുണ്ട്. അത് ജനറൽ കൈറ്റോ സുഗായിക്കും സഹോദരനും വേണ്ടിയുള്ള മെമ്മോറിയലായിരുന്നു. പലപ്പോഴും നോർത്ത് ഈസ്റ്റ് ചിന്തിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ്. ആരാണ് ജനറൽ കൈറ്റോ? നാഗാലിം എന്ന സ്വപ്ന രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയ സുമോ ഗോത്രക്കാരനായിരുന്നു കൈറ്റോ. ദീർഘകാലം ഇന്ത്യൻ സർക്കാരിനോട് സമരത്തിൽ ഏർപ്പെട്ട ജനറൽ കൈറ്റോ 1968 നാഗൾക്കുള്ളിലെ ആഭ്യന്തര സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. സുമി ഗോത്രം അവരെ ഇന്നും കൈറ്റോയും സഹോദരനെയും അവരുടെ ദേശീയതയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. ദൂരെ ആ കാണുന്നതാണ് സുഹൻബാട്ടോ. സുമി ഗോത്രങ്ങളുടെ അധിവാസ മേഖലയാണിത്.
സുഹൻബോട്ട ഒരു സെൻട്രൽ നാഗാലാൻഡിൻ്റെ ഭാഗമായിട്ട് വരും. കുറച്ചും കൂടെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൗൺഷിപ്പായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. റോഡ് വീണ്ടും മോശമാവാൻ തുടങ്ങി. ഒരുതരം കാട്ടുപാതയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. അസുഗോമി ഗ്രാമത്തിലേക്കുള്ള കവാടമാണിത്. കവാടത്തിൽ മിഥുൻ്റെ ചിത്രവും വേട്ടയുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗ്രാമത്തിൽ ഇപ്പോൾ വേട്ടയാടലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാഗന്മാർക്കിടയിൽ വേട്ട വളരെ സ്വാഭാവികമായിരുന്നു. വേട്ടയാടലിനെ അപരിഷ്കൃതമായിട്ടാണ് നാഗകൾ ഇന്ന് കാണുന്നത്. ആധുനിക വിദ്യാഭ്യാസവും സൗകര്യങ്ങളുമാണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് തോന്നുന്നു. ഇത് അടുത്ത ഗ്രാമമാണ് ഐച്ചിസഗമി. ഈ ഐച്ചിസഗമി ഗ്രാമത്തിലും സുമി ഗോത്രങ്ങൾ തന്നെയാണ്, നാഗയിലെ സുമി ഗോത്രങ്ങൾ തന്നെയാണ് താമസിക്കുന്നത്.